പെണ്ണ് എങ്ങനെയുണ്ടടാ? നല്ല ഭംഗിയാ. ഏത് പെണ്ണാച്ചാ? നിന്റെ മനസ്സിലുള്ള ആ പെണ്ണ് തന്നെ. ഞാൻ ചന്ദ്രനെ നോക്കുമായിരുന്നു. അതൊക്കെ നോക്കിക്കോ. അവൾ എവിടെയാ പഠിക്കുന്നത്? ആര്? ആ പെണ്ണ്. അച്ഛാ പ്ലീസ് അച്ഛാ. എടാ, ദേവദാസിലെ ഷാരൂഖ് ഖാനെ പോലുള്ള അഭിനയമൊന്നും വേണ്ട. കുടക്കയിൽ നിന്ന് സൂര്യനെ നോക്കുന്നുണ്ട് ഒരു കാര്യവുമില്ല. മനസ്സിലുള്ളത് ആ പെണ്ണിനോട് പറ. ഇല്ലേ പിന്നെ വയസ്സുകാലത്ത് എന്നെ പോലെ പ്രേമഗാനവും പാടി ഇങ്ങനെ നടക്കേണ്ടി വരും. അച്ഛൻ എന്താ പറ്റിയേ? നിന്നെ പോലെ പഠിച്ചില്ലേ, ലവ് ചെയ്തു. തുറന്നു പറയാൻ പേടിയായിരുന്നു. അതിന്റെ വിവാഹം കഴിഞ്ഞു. അതാരായിരുന്നു അച്ഛാ? നിന്റെ അമ്മ. ഡാ, ഒരു കാര്യം മാത്രം ഓർമ്മിച്ചോ. സമ്പാദിക്കാൻ കഴിവില്ലാത്തവന് ചെലവാക്കാൻ അവകാശമില്ല. പറയാൻ കഴിവില്ലാത്തവന് പ്രേമിക്കാനും അവകാശമില്ല. കുറേ നാളായിട്ട് കാര്യം പറയണമെന്ന് വിചാരിക്കുന്ന അഞ്ജലി. അത് എങ്ങനെ പറയണമെന്നറിയില്ല. അതുകൊണ്ട് അതെല്ലാം ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അല്പം പണം ഉണ്ടായിരുന്നെങ്കിൽ പൊൻതാളുകളിൽ അക്ഷരങ്ങൾക്ക് പകരം മുത്തുകൾ പതിച്ച് ഞാൻ എഴുതിയേനെ. പക്ഷെ എന്തു ചെയ്യാം, ദാരിദ്ര്യം. ലവ് ലെറ്റർ എഴുതാൻ വേണ്ടി ₹1,00,000 പോലും ചെലവാക്കാൻ കഴിയാത്ത ദാരിദ്ര്യം. ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ, ഈ ലെറ്ററിന്റെ ലിവർ അഞ്ജലി. ലിവർ എന്ന് വെച്ചാൽ ഫ്ലവറിനെക്കാളും മൃദുലമാണ്. ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും അഞ്ജലി. ലിവറാണ്. എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും അഞ്ജലി? അതുകൊണ്ടാണ് അതിനെ ലിവർ എന്ന് പറഞ്ഞത്. നീ എങ്ങനെയെങ്കിലും ഇത് പ്രിയക്ക് എത്തിക്കണം. നീ വെറുതെ ഒന്നും കൊടുക്കണ്ട. ഈ ചോക്ലേറ്റ് വെച്ചോ. ശോ, എൻ്റെ ഒരു കാര്യമേ. പ്രിയെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു പൊങ്ങുന്നത് പ്രേമത്തിൻ്റെ നിരകളാണ്. നിന്റെ പ്രേമത്തിൻ്റെ വല എന്നെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. നീ എന്നെ നിരസിച്ചാൽ ഞാൻ വിസ്കി അടിച്ച് ദേവദാസിനെ പോലെയാകും. നീ എന്നെ സ്വീകരിച്ചാൽ നമുക്ക് ഒരുമിച്ചൊരു പെപ്സി കുടിച്ച് സെലിബ്രേറ്റ് ചെയ്യാം.
നീ ഇല്ലാത്ത ജീവിതം കടലയില്ലാത്ത വെറും ഉണക്കപ്പുട്ട് പോലെയാണ്. അത് തിന്നാൻ എനിക്ക് ഇഷ്ടമല്ല, നിനക്കറിയില്ലേ? ഈ കത്ത് ഇഷ്ടമായില്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞോളൂ, പക്ഷെ നീ എന്നെ വെറുക്കുക മാത്രം ചെയ്യരുത്. ഈ കവിത എഴുതിയത് റെയ്നോൾഡ്സ് പേനോണ്ടാണെങ്കിലും അതിൻ്റെ റീഫിൽ മുഴുവൻ എൻ്റെ ഫീലിങ്സ് നിറഞ്ഞാണ്. അതിലുള്ളത് മഷിയല്ല, എൻ്റെ പ്രേമത്തിൻ്റെ നിറമാണ്. ഇത്ര നല്ലൊരു പോയിട്രി നേരിട്ട് തരാൻ നാണമാവുന്നു പ്രിയ. അതുകൊണ്ട് അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് എന്തുകൊണ്ടാണെന്നോ? ഈ കോളേജിൽ ബോഡി വളർന്നെങ്കിലും ബ്രെയിൻ വളരാത്ത ഒരേ ഒരു കാൻഡിഡേറ്റ് അവൾ മാത്രമാണ്. ഒരു ചോക്ലേറ്റ് കൊടുത്താൽ മതി, ചൈന വാളിന്ന് പോലും അവൾ എടുത്ത് ചാടും. ഇന്ന് വ്യാഴാഴ്ചയാണ്. വൈകുന്നേരം 5 മണിക്ക് അമ്മയും അനുജത്തെയും ഹനുമാൻ കോവിലിൽ പോവും. എൻ്റെ വീടിന് മുന്നിൽ നിനക്കായി ഞാൻ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് കാത്തിരിക്കും. നീ വരുമല്ലോ. പ്രേമപേക്ഷക്കായി ദാഹിക്കുന്ന ഹൃദയമായി ഞാൻ കാത്തിരിക്കും. സ്വന്തം ഋഷി. കേവലം ഒരു ചായ കുടിക്കാൻ ഈ സ്റ്റാർ ഹോട്ടലിൽ തന്നെ നീ കൊണ്ടുവന്നല്ലോ. താങ്ക്സ്. അത്ര തണ്ണമാണെങ്കിൽ ബില്ല് നീ കൊടുത്തോ. ഓർഡർ സർ. കോഫി ഉണ്ടോ? ഹോട്ട് കോഫി ആണോ കോൾഡ് കോഫി ആണോ സർ? ഹോട്ട് എത്ര, കോൾഡ് എത്ര? ഹോട്ട് 35, കോൾഡ് 80 സർ. കോൾഡ് വേണ്ട, 2 ഹോട്ട് കോഫിയും 5 കപ്പും. 2 കോഫിക്ക് 5 കപ്പ് കിട്ടില്ല സർ. അതെന്താ? 4 കപ്പ് ഒരു ഗ്ലാസ് കൊണ്ടുവാ. ഓക്കെ സർ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നല്ല തല്ല് കിട്ടാൻ കൊള്ളാം. നിനക്കോ? അപ്പന്. നിന്റെ? അല്ല നിന്റെ. കൃഷി ആയിരിക്കുന്ന കിളി കൊള്ളാടാ. എവിടെ? അവിടെ നോക്കിയിരുന്ന ചൂട് കോഫി തണുക്കും. ബില്ല് 80 ആവും. ഡേയ്, വൈകുന്നേരം വഴുതക്കാട് കലാഭവൻ ഷക്കീലപ്പട ഓടുന്നുണ്ട്. ഫുൾ സീനാടാ. അത് കാണാൻ പോടാ. സോറിടാ, ഞാൻ 5 മണിക്ക് ഒരു പെണ്ണ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കാം. അതിന് 5 ആയില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് വരാം. എക്സ്ക്യൂസ് മീ. Yeah? Get me 335-105. 1 minute. ഹലോ. ഹലോ, അഞ്ജലി ഒന്ന് വിളിക്കാമോ? നിങ്ങളാരാ? ഞാൻ പൃഥ്വിരാജാണ്. ആരെ? ഇന്ദ്രജിത്തിന്റെ അനിയൻ സുകുമാരന്റെ മകൻ. നീ ആ ഫോൺ കൊടുക്ക്. അഞ്ജലി, നിനക്കാ ഫോൺ. ആരാ? ഏതോ പൃഥ്വിരാജ് എന്ന് പറയുന്നവനാ. ഹലോ, ഞാൻ ഋഷിയാണ് സംസാരിക്കുന്നത്. എന്തേ, കോളേജിൽ നിന്ന് എത്തിയോ? ഭക്ഷണം കഴിച്ചോ? വെരി ഗുഡ്. ആ ലെറ്റർ നീ പ്രേക്ക് കൊടുത്തോ? എങ്കിൽ നീ പഠിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാം. എക്സ്ക്യൂസ് മീ, യെസ്, എനിക്കൊന്ന് സംസാരിക്കണം. ഡെഫിനറ്റ്ലി. ഞാൻ വച്ച ശേഷം നിങ്ങൾ നമ്പർ പറഞ്ഞാൽ അവർ കണക്ട് ചെയ്ത് തരും. എനിക്കും ആ നമ്പറാ വേണ്ടത്. നിങ്ങൾ അഞ്ജലിയുടെ ഫാദർ. പ്ലീസ്. ഹലോ അഞ്ജു, ഞാനാടാ. ഡാഡ്. ഒന്നുമില്ലടാ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. അമ്മയോട് പറഞ്ഞേക്ക് വെയിറ്റ് ചെയ്യണ്ടാന്ന്. ബൈ. ബൈ. അഞ്ജലിയുടെ അച്ഛനാണോ സാർ? പറഞ്ഞില്ലേ? ഞാൻ അഞ്ജലിയുടെ ക്ലാസ്മേറ്റാ. ഐ എം ഋഷി. ഓ, സാറിന്റെ മോള് നല്ല സുന്ദരിയാ. താങ്ക് യു. പക്ഷെ സാറിന് മോശമായ അല്ല. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ, ബൈ. മനസ്സിൽ തോന്നി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. നൈസ് ടു മീറ്റ് യു സാർ. ബൈ. ഹായ്. എവിടെ പോയതാടാ? പാവ ഈ കുട്ടി 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. ഇരിക്കും മോളെ. ഇവള് അതെന്താടാ? ഈ കുട്ടി നിന്റെ കോളേജിൽ തന്നെ ഉള്ളതല്ലേ? ശരിയാ, എവിടെയോ കണ്ടതുപോലുണ്ട്. പരിചയമില്ലാന്ന് ഭാവിക്ക. എന്നെ അറിയായിരിക്കും. നിങ്ങൾ തമ്മിൽ അറിയാന്ന് പറഞ്ഞല്ലോ. അമ്മേ, നിങ്ങൾ ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ പോയി തരാം. ഞങ്ങൾ പോയിട്ട് വരാം മോളെ. ശരി ആന്റി. ബൈ അഞ്ജലി. ബൈ. അഞ്ജലിക്ക് എന്തോ ഡൗട്ട് ഉണ്ട്, ക്ലിയർ ചെയ്ത് കൊടുക്ക്. നീ എന്താ ഇവിടെ കയറി താമസിക്കാൻ വന്നിരിക്കാ? ഇങ്ങോട്ട് ഇറങ്ങി വാ. വാ. ഇറങ്ങിയില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഉടനെ പ്രിയ ഇങ്ങ് വരും. വരില്ല. ഏ? അവളുടെ ബോഡി വളർന്നെങ്കിലും ബ്രെയിൻ വളരാത്തതുകൊണ്ട്. ഈ ഡയലോഗ് ഇവിടെ കേട്ട പോലെ ഉണ്ടല്ലോ. കേട്ടതുപോലെയല്ല, എഴുതിയതുപോലെ തോന്നുന്നുണ്ടാവും. നീ ആ ലെറ്റർ വായിച്ചല്ലേ? വായിച്ചു. വേറൊരാൾക്കുള്ള ലെറ്റർ വായിക്കുന്ന മാനസ് അല്ലെന്ന് നിനക്കറിയില്ലേ? വേറെ വല്ലവർക്കുള്ള ലെറ്ററിൽ എന്നെ കുറിച്ച് എഴുതുന്നത് മാനസ് അല്ലെന്ന് നീയാ പറഞ്ഞൂടെ? നീ ആ ലെറ്റർ ഇങ്ങ് എടുക്ക. ഇത് എവിടെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അഞ്ജലി, നമുക്കൊരു എഗ്രിമെന്റിൽ എത്താം. നീ ആ ലെറ്റർ ഇങ്ങ് തന്നാ നീ ചെയ്ത തെറ്റ് ഞാനങ്ങ് ക്ഷമിച്ചെന്നേക്കാം. ഓഹോ, അങ്ങനെയാണോ? നീ കൊളാക്കില്ലല്ലോ. നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കായിരുന്നു. എന്തൊരു പോയിട്രിയാ.
പ്രിയന്റെ കരളിന്റെ കരളെ, അഞ്ജലി പ്ലീസ്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞു പോകുന്ന അഞ്ജലി ഇലക്ട്രിക് തരാം. ദൈവത്തിന്റെ അഞ്ജലി 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 നിന്നോടാ പറയുന്നത്. ആ ഇലക്ട്രിക് ഇതാ. അഞ്ജലി പ്ലീസ്. അഞ്ജലി അവിടെ നിൽക്കാൻ. അഞ്ജലി അവിടെ നിൽക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്.